അതെല്ലാം വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും വേറെ സുഹൃത്തുക്കളും എത്തിയിട്ടില്ല. അവർക്കെല്ലാം ഔപചാരികമായ സ്വാഗതം പറയാൻ സെക്രട്ടറി. ഏറ്റവും ചെറുതാണ് തന്മാത്രയിൽ നിന്ന് തുടങ്ങും. നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അവിടെ വരെ പോയി പഠിച്ച് അതിൽ വലിയ ബിരുദം കരസ്ഥമാക്കി ഇതിന് മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളതാണ്. DDRCയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റാണ് ഈ വിഭാഗത്തിൽ. അദ്ദേഹത്തിന് ഇവിടെ വരുവാൻ സന്മനസ്സുണ്ടായതിലും നമ്മൾ ക്ഷണം സ്വീകരിച്ചതിലും അസോസിയേഷൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെ പേരിലും വ്യക്തിപരമായ പേരിലും ആർദ്രവമായ സ്വാഗതം ആശംസിക്കുകയാണ്. അവിടുത്തെ ജനറൽ മാനേജർ ഓപ്പറേഷൻ ശ്രീ രഞ്ജിത്ത്, ഡോക്ടർ അമർനാഥും ഇവിടെ എത്തിയിട്ടുണ്ട്. DDRCയിലെ ഞങ്ങളിങ്ങനെ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകൾ ഓൾ അക്രോസ് കേരള ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് റെസിഡൻഷ്യൽ കൂട്ടായ്മയാകാം, ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ആകാം. സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ ഇതൊരു എന്താണ് നമുക്ക് പറയുന്നത്, ഒരു ചെറിയ രീതിയിലുള്ള ഓപ്പൺ ഡിസ്കഷൻ ആക്കിയിട്ട് നമുക്ക് മാറ്റാം. സാർ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയൂണ് കഴിഞ്ഞ സമയമാണ്. എന്തുകൊണ്ട് വരുന്നു ഈ ബ്ലഡ് ക്യാൻസർ കുറച്ച് പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതിന്റെ തന്മാത്ര തരത്തിലുള്ള എന്തൊക്കെയാണ് വ്യതിയാനങ്ങൾ എന്നായിരുന്നു എൻ്റെ ഗവേഷണം ചെയ്ത ടോപ്പിക്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നമുക്ക് ഈ പറയുന്ന മേഖലകളിൽ കിട്ടിയിട്ടുള്ള അറിവ് നമ്മളുമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളത് ഡിസ്കസ് ചെയ്യും. ആദ്യമേ തന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യാനും അതിന് ഫലപ്രദമായിട്ടുള്ള ഒരു രോഗ സംവിധാനം അല്ലെങ്കിൽ രോഗചികിത്സ നമുക്ക് കൊടുക്കുവാനും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൂതനമായിട്ടുള്ള എല്ലാ ടെക്നോളജീസും അവൈലബിൾ ആണ്. പക്ഷെ ഇതിനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ വരാതെ സംരക്ഷിക്കാനും നമുക്ക് കുറച്ച് മുൻകരുതലുകൾ എടുത്താൽ മാത്രം മതിയാകും. അത് ഫലപ്രദമായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുപോകാനും സാധിക്കണം. ക്യാൻസർ എന്ന് പറയുന്നത് ഏതെങ്കിലും പുറത്തു നിന്നുള്ള ഒരു വൈറസോ ബാക്ടീരിയോ വന്നിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണോ? അല്ല. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറുന്നു? അർബുദത്തിലേക്കുള്ള ക്യാൻസർ സെല്ലുകളായിട്ട് മാറുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങളാണ് ഈ പറയുന്ന അസുഖങ്ങൾക്കെല്ലാം കാരണം. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം പ്രായം കൂടുന്തോറും എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. ആ രോഗപ്രതിരോധ സംവിധാനം കുറയുമ്പോഴാണ് ഈ ക്യാൻസർ സെല്ലുകളെല്ലാം എന്തായിട്ട് മാറുന്നത്? ഒരു മാലിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാൻസറുകളായിട്ട് മാറും. നല്ല വ്യായാമം, ചിട്ടയായ വ്യായാമം, നല്ല ഉറക്കം അല്ലെ, അമിതമായ ടെൻഷൻ ഇല്ലാത്ത കാലം, ഇതൊക്കെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവനുണ്ടാക്കുന്നതും പൊട്ടറ്റോ തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കെമിക്കൽസ് ഇങ്ങനെ നിറച്ചിട്ടുള്ളൊരു ലൈഫാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പൊ ശരിയായ ഭക്ഷണം നമ്മുടെ ഉള്ളിലോട്ട് പോയാലേ ശരിയായ പ്രതിരോധ സംവിധാനം നമുക്ക് ഡെവലപ്പ് ചെയ്യുള്ളൂ. കോവിഡിന്റെ സമയത്ത്, കോവിഡ് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്ത് എന്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പൊ ഞാൻ വീക്കെൻഡ്സിൽ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ പോകുന്ന സമയത്ത് ഞാൻ ഇതേ കണക്ക് പോയി കഴിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ എന്ത് ചെയ്യണ്ട? മദ്യപാനം ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ഈ കഴിക്കുന്ന ഓരോ ഫുഡ് പോയിസൺ ആണ്. ഈ ഓരോ പോയിസണും ചെന്നിട്ട് അയ്യോ ഇയാൾക്ക് കരളസുഖം, അയ്യോ അവൻ കുടിക്കില്ലല്ലോ, അവൻ മദ്യപിക്കില്ലല്ലോ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത തലമുറ തന്നെ നമ്മൾ അറിയാണ്ട് അല്ലെങ്കിൽ അവരറിയാണ്ട് തന്നെ അവർ വലിയ ഒരു വിപത്തിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള അവയർനെസ് പ്രശ്നം അവർ വരാറില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിലാക്കി കൊടുത്താൽ എത്രത്തോളം അവര് വകവയ്ക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഈ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒന്ന് മറ്റുള്ള ചെവികളിലേക്കും എത്തണം. പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷനിൽ വളരെ രീതിയിൽ പോകേണ്ട ഇൻഫർമേഷൻസ് ആണ്. ഒരു 80% അസുഖങ്ങൾ ഈ പറയുന്ന, അല്ലെങ്കിൽ 80% ക്യാൻസറുകളും ഈ പറയുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് ഒരു പാരമ്പര്യവും ഇല്ലാണ്ട് നമുക്ക് വരുന്നതാണ്. എന്നാൽ പാരമ്പര്യമായിട്ട് വരുന്ന ചില ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ഉണ്ട്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ജനറ്റിക്സ് ആണ്, നമ്മുടെ പാരമ്പര്യമായിട്ട് വരുന്ന കുറച്ച് അസുഖങ്ങളാണ്. അതിലെ ഏറ്റവും കൂടുതലാണ് സ്ഥലങ്ങൾക്കുണ്ടാവുന്ന അർബുദവും ഈ പറയുന്ന നേരത്തെ പറയുന്ന ഗർഭാശയഭാഗങ്ങളിലും നമ്മുടെ ഓവറിയിലുണ്ടാവുന്ന അസുഖങ്ങളും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരിക്കലും വന്നിട്ടില്ല എറണാകുളത്ത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ അവിടെ കുറച്ച് അയൽക്കൂട്ടം അല്ലെ, കുറച്ച് അമ്പലം HPV ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം.
നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഒരു 5 മുതൽ 6 വർഷത്തിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറിനെ കണ്ട് കോൾപോസ്കോപ്പി ചെയ്തിട്ട് എന്തെങ്കിലും സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടോ, രൂപമാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ ലംബുകളോ ചെറിയ തടുപ്പുകളോ കണ്ടാൽ അത് കൃത്യമായിട്ട് നമ്മൾ ഡോക്ടറിനെ കാണിച്ചിരിക്കണം. അത് ചിലപ്പോൾ ലിപ്പോമയായിരിക്കാം, അല്ലെങ്കിൽ പല പല പ്രശ്നക്കാരനായിരിക്കാം. പക്ഷെ അത് കറക്റ്റായിട്ട് കാണിക്കണം. ആദ്യം കാണിച്ചിട്ട് പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ കൂടിയും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അത് പ്രശ്നമില്ലാന്ന് തന്നെ നമ്മൾ ചെയ്യണം. കറക്റ്റായിട്ട് ആണോ, കളർ വേരിയേഷൻസ് ഉണ്ടോ, അത് യൂറിനേഷൻ ആണെങ്കിലും ഫീക്കൽ മാറ്റേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. കണ്ടെത്തി കഴിഞ്ഞാൽ, ഏർലി കണ്ടെത്തി കഴിഞ്ഞാൽ, നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ, ക്യാൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള മാരകമായിട്ടുള്ള ഒരു അസുഖവുമല്ല. ഏർലി ക്യാൻസർ ആൻഡ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അഡ്വാൻസ് സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ പല സ്ഥലങ്ങൾക്ക് വ്യാപനം നടക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്താണ്? അതെ, വരുന്ന അസുഖമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ 2ൽ കൂടുതൽ ക്യാൻസർ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പാരമ്പര്യമായി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഫാമിലി ഹിസ്റ്ററിയിൽ 2ഓ അതിലധികം ആൾക്കാർക്ക് ഇങ്ങനെ ക്യാൻസർ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഏത് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫാമിലിയിൽ ക്യാൻസർ ഇൻസിഡൻസ് ഇല്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലാതെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തലമുറയിൽ നിന്ന് 2ാമത്തെ തലമുറയിലോട്ട് വരുമ്പോഴത്തേക്കും വൺ ഓഫ് ദ ലേഡി ഗെറ്റ് അഫക്റ്റഡ്. 2ാമത്തെ തലമുറയിൽ നിന്ന് 3ാമത്തെ തലമുറയിലോട്ട് വരുമ്പോഴും ഒരു ഗേൾ ചൈൽഡ് അഫക്റ്റഡ് ആണ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ നിന്ന് ഞാനൊരു ഇതിൽ വായിച്ചായിരുന്നു. ഇപ്പൊ ഫാദറിനും മോളിലേക്ക് ഡോക്ടർ പിന്നെ മദർ ടു സൺ അങ്ങനത്തെ ഒരു കൂടുതൽ ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും ചാൻസുകളുണ്ട്. കാരണം നമ്മുടെ DNA എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ടെക്നിക്കലാണ്. നമ്മുടെ DNA എന്ന് പറയുമ്പോഴത്തേക്ക് മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് പറയുന്ന ഒരു ഓർഗനെല്ലാം കൂടിയുണ്ട്. സെല്ലിനകത്തുള്ള ചെറിയ DNA ആണ്. ചില നമുക്ക് ഈ BRCA1, BRCA2 എന്ന് പറയുന്ന ജീനുകളുണ്ട്. ആ ജീനുകളിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും. ഡോക്ടറെ കണ്ടിരുന്നു, ടെസ്റ്റുകളൊക്കെ നടത്തി, ചെറിയ രീതിയിൽ മരുന്നുകൾ തന്നു. പ്രോസ്റ്റേറ്റ് എപ്പോഴാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആകുന്നത് എന്ന്, ഏത് സ്റ്റേജിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആകുന്നത്? യൂഷ്വലി ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് 50 അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോണൽ വ്യതിയാനം വന്നിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളിലുണ്ടാകുന്ന വീക്കവും ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ് യൂറിനേഷനും അല്ലെങ്കിൽ അതിൽ കൂടിയുള്ള നമ്മൾ ബ്ലഡ് ഹിമച്ചൂരിയ എന്ന് പറയും, ഒരു ബ്ലഡ് കലർന്നിട്ടുള്ള യൂറിൻ, ഇതൊക്കെ അത് ഏർലി സിംറ്റംസ് ആണ്. പ്രത്യേകിച്ച് ഈ പുരുഷന്മാർ, നമ്മൾ നേരത്തെ സ്ത്രീകളിൽ പറഞ്ഞതുപോലെ ഈ യൂട്രസിനകത്ത് വരുന്ന ക്യാൻസറുകൾ പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരാനുള്ള ചാൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് ആണ്. പാരമ്പര്യം ആയതുകൊണ്ട് പാരമ്പര്യം അല്ലാതെയും വരുന്നുണ്ട്. അത് പാരമ്പര്യമായിട്ട് തന്നെ വരണമെന്നില്ല, പാരമ്പര്യമല്ലാതെയും ഈ പറയുന്ന രീതികൾ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. തൊണ്ടയിലുണ്ടാവുന്ന ക്യാൻസർ അത് പാരമ്പര്യമായിട്ടുണ്ടാവുന്നതാണോ, അത് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുള്ളത്? തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസറുകൾ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യം ആവുന്നതുകൊണ്ട് HPV ഇൻഫെക്ഷൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ HPV ഇൻഫെക്ഷൻ, ആ HPV ഇൻഫെക്ഷൻ സെർവൈക്കൽ ക്യാൻസറിന് മാത്രമല്ല, തൊണ്ടയിലുണ്ടാകുന്ന അർബുദത്തിനും HPV ഒരു മെയിൻ ഫാക്ടറാണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പൊ അതൊക്കെ നമുക്ക് ത്രോട്ട് ക്യാൻസർ വളരെ പാരമ്പര്യമായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ആ DNA എടുത്തിട്ട് DNA ടെസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് എന്നാണ് ടെസ്റ്റിന്റെ പേര്, NGS എന്ന് പറയും. ആ DNA ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ത്രോട്ട് അല്ല, ഏത് തരത്തിലുള്ള ട്യൂമർ സപ്രസർ ജീനുകളിലോ നമ്മുടെ ഓംബോ ജീനുകളിലോ എന്തെങ്കിലും ജനിതക വ്യതിയാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. തൈറോയ്ഡ് ക്യാൻസറിനെ കുറിച്ച് കൂടി പറയാം. തൈറോയ്ഡ് ക്യാൻസർ ഇതുപോലെ തന്നെയാണ്. തൈറോയ്ഡ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. തൈറോയ്ഡ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് യൂഷ്വലി അബ്നോർമൽ ഹോർമോണൽ ഇംബാലൻസസ് ആണ്. ഈ റേഡിയേഷൻസ് ഗ്രാജുവലി ഈ പറയുന്ന ചെവികളിൽ മാത്രമല്ല നമ്മുടെ ബുദ്ധിവികാസത്തിനെയും തലച്ചോറിലുള്ള ഓരോ സെല്ലുകളെയും പല രീതിയിലും എഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. വൈഫിനോട് പറയുന്നത് ഉടനെ ഞാൻ മീഡിയാസിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. 2 തവണ അവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം
കാണുന്നുണ്ട്. ക്യാൻസറിൻ്റെ ചെറിയ അങ്ങനെ ഉടനെ അത് ബയോപ്സി ഹോസ്പിറ്റലിൽ പോയി ബയോപ്സിക്കായിട്ട് ഡോക്ടറെ കാണുകയും പിന്നീട് അത് ടെസ്റ്റ് റിമൂവ് ചെയ്യുന്ന സാധ്യത. പക്ഷേ എനിക്കൊരു സൗഹൃദ ചേച്ചിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചത് ഇത് ചിലപ്പോൾ അടുത്തൊരു തലമുറയിലൊക്കെ ഒരു അടുത്ത തലമുറയിലേക്ക് പോകാനുള്ള സാധ്യത പറയുന്നത് സാധ്യത നമുക്ക് കാണാൻ കഴിയും. പോയെങ്കിലോന്നാണ് ഈ പറയുന്ന ക്യാൻസറോ നമുക്കറിയില്ല പാരമ്പര്യമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ പാരമ്പര്യമായിട്ടുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിലിപ്പോ മാഡം ഒരു കാര്യം ഇവിടെ പറഞ്ഞു, ക്യാൻസറിന്റെ നമുക്ക് ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇടപെടുമ്പോഴത്തേക്കാണ് അതിൻ്റെതായിട്ടുള്ള ഗുണം. അത് ഇവർക്ക് എല്ലാവർക്കും ഇവരുവഴി മറ്റുള്ളവർക്കും കിട്ടണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അതാണ് ഞാൻ അവസാനം അപ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് ഞാൻ സംസാരിക്കാം. അപ്പൊ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ലീഫ്ലെറ്റ് അതായത് ഈ പ്രോഗ്രാമിൽ നിങ്ങളോട് സംസാരിക്കാൻ വന്ന ഡോക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇങ്ങനെയുള്ള ഈ ബോധവൽക്കരണ ക്ലാസ്സിലെ സെമിനാർ, ഇങ്ങനെയുള്ള നമ്മൾ പല കമ്മ്യൂണിറ്റി കണക്ട് പ്രോഗ്രാംസും നടത്താറുണ്ട്. പരിപാടിയിൽ വളരെ സജീവമാക്കി തീർക്കാനായിട്ട് നമ്മുടെ ഈ പങ്കാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ജോലിയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. വരുമാനത്തിൻ്റെ എണ്ണം വളരെ കുറവാണ് എൻ്റെ അവസ്ഥ. ഈ വരുമാനം ഇല്ലാത്തത് കൊണ്ട് മാത്രം ചികിത്സകൾ പോകാതെ ഇരിക്കുന്ന ആളുകൾ വളരെ നമ്മളെ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പല സംശയങ്ങളും ഏറെക്കുറെ ദൂരീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ സമയം അത്രയും